രാജ്യസ്ഥാപനത്തിൻ്റെ കാലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും ഒരു സൂചന കണ്ടെത്താമെന്ന് വിചാരിക്കണം. കഴിഞ്ഞ 23-ാം തീയതിയിലുള്ള വിഷയത്തിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ രണ്ട് വശങ്ങളെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചിരുന്നു. അതിൻ്റെ ആത്മീയ വശം, ഭൗമിക വശം. ഇത് രണ്ടും നിവൃത്തിയാകുന്ന ദൈവത്തിൻ്റെ സമയം, ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന് രാജ്യം പൂർത്തീകരിക്കും എന്നുള്ളതാണ്. ഇനി ആ രാജ്യത്തിൻ്റെ സ്ഥാപനകാലത്തെക്കുറിച്ചുള്ള ചില സൂചനകളെക്കുറിച്ച് പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാമെന്ന് വിചാരിക്കും. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം, അതിൽ നെബൂഖദ്നേസർ എന്ന് പറഞ്ഞൊരു രാജാവ്, അദ്ദേഹം ഒരു സ്വപ്നം കാണുന്ന ഭാഗം വിശദീകരിക്കുന്നു. അദ്ദേഹം കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നിന്നും ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുന്ന കാലത്തെക്കുറിച്ച് സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. 2-ാം അധ്യായം 11-31 മുതലുള്ള വാക്യങ്ങളിൽ ഈ സ്വപ്നവും അതിൻ്റെ അർത്ഥവും വിശദീകരിക്കുന്നു. ഈ സ്വപ്നം ഭൂമിയിൽ ഒന്നിനു പിറകെ ഒന്നായി വരുന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ദർശനം നൽകപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കാനുള്ള സമയമൊന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. രാജാവ് കണ്ട ദർശനം, ആ ദർശനം വായിക്കാവോ? വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു. തിരുമനസ്സു കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്നു ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ചു തകർത്തു കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തു കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതത്തെ സ്വപ്നം. രാജാവ് കണ്ട ആ സ്വപ്നത്തിൻ്റെ അർത്ഥം ദാനിയേൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വപ്നത്തിൽ കാണുന്ന ഈ ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടാണ്, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടുമായിരുന്നു. ഒരു മനുഷ്യൻ്റെ രൂപമായിരുന്നു രാജാവ് കണ്ട ഈ ബിംബത്തിന്. വളരെ വില കൂടിയ ലോഹങ്ങൾ കൊണ്ടാണ് ഈ ബിംബത്തെ നിർമ്മിച്ചിരിക്കുന്നത്. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള
കാലിൽ അടിച്ചു തകർത്തു കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു. ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതത്രേ സ്വപ്നം. അർത്ഥവും അടിയങ്ങൾ തിരുമനസ്സുകൊണ്ട് അറിയിക്കാം. രാജാവ് തിരുമനസ്സുകൊണ്ട് രാജാതിരാജാവാകും. സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. എല്ലാറ്റിലും തിരുമനസ്സിലെ അധിപതിയാക്കിയിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ. തിരുമനസ്സിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജത്വവും സർവഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജത്വവും ഉത്ഭവിക്കും. നാലാമത്തെ രാജത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയെ ഒക്കെയും ഇടിച്ച് തകർത്ത് കളയും. കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ അത് ഒരു ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടും ആയിരുന്നതുപോലെ രാജത്വം ഒട്ട് ബലമുള്ളതും ഒട്ട് ഉടഞ്ഞു പോകുന്നതും ആയിരിക്കും. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിൻ്റെ താല്പര്യമോ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജത്വം സ്ഥാപിക്കും. ആ രാജത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിൽക്കുകയും ചെയ്യും. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറിഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിൻ്റെ താല്പര്യമോ മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാകുന്നു. ഇപ്പോൾ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജത്വം സ്ഥാപിക്കും. ആ രാജത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അപ്പം ഈ ഒരു നാളും നശിച്ചു പോകാത്ത ഈ രാജത്വത്തെക്കുറിച്ചാണ് ക്രിസ്തുവിൻ്റെ രാജ്യമെന്ന് വേദപുസ്തകം വിശേഷിപ്പിക്കുന്നത്. അപ്പം ക്രിസ്തുവിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിനു മുമ്പായി 4 സാമ്രാജ്യങ്ങൾ ഈ ഭൂമിയിൽ നിലവിൽ വരണം എന്നുള്ളതാണ് പ്രവചനം. 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ വാഴിക്കുകയും രാജാക്കന്മാരെ നീക്കുകയും ചെയ്യുന്നു. അതാണ്. അപ്പൊ ഈ ലോക രാജ്യങ്ങളുടെ നിയന്ത്രണം അത് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെന്നുള്ളതാണ് ഇവിടെ
രേഖപ്പെടുത്തി. അവൻ രാജാക്കന്മാരെ വാഴിക്കുകയും രാജാക്കന്മാരെ നീക്കുകയും ചെയ്യുന്നു. ഈ ഭൂമിയിൽ ആദ്യത്തെ സർവലോക സാമ്രാജ്യമായി തീർന്ന സാമ്രാജ്യം ബാബേൽ സാമ്രാജ്യമായിരുന്നു. നെബൂഖദ്നേസർ എന്ന് പറഞ്ഞ രാജാവ് ബാബേൽ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി തീർന്നു BC 606. ഈ ബിംബത്തിൻ്റെ തല കാണിക്കുന്നത് ഈ ബാബിലോൺ സാമ്രാജ്യത്തെയാണ്. ബാബിലോൺ സാമ്രാജ്യമാണ് ഭൂമിയിലെ ആദ്യത്തെ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തെ പേർഷ്യൻ സാമ്രാജ്യം നശിപ്പിക്കുകയാണ്. മേദ്യ പേർഷ്യ സാമ്രാജ്യം. അതാണ് ഈ ബിംബത്തിൻ്റെ നെഞ്ചും കൈകളും കാണിക്കുന്നത്. രണ്ട് ഭാഗമാണ്. മേദ്യരും പാർസികളും ചേർന്ന പേർഷ്യൻ ഭരണകൂടം. അതാണ് രണ്ടാമത്തെ സാമ്രാജ്യം. മൂന്നാമത്തെ സാമ്രാജ്യം താമ്രം കൊണ്ടുള്ള സാമ്രാജ്യം അല്ലേ? താമ്രം കൊണ്ടുള്ള സാമ്രാജ്യം അത് അലക്സാണ്ടറുടെ സാമ്രാജ്യമാണ്. ഗ്രീക്ക് സാമ്രാജ്യം. ഗ്രീക്ക് സാമ്രാജ്യത്തിന് ശേഷം ഭൂമിയിൽ നിലവിൽ വരുന്ന സാമ്രാജ്യം റോമൻ സാമ്രാജ്യമാണ്. ഈ റോമൻ സാമ്രാജ്യത്തിന് ഉള്ള പ്രത്യേകത അത് ഇരുമ്പ് പോലെ ബലമുള്ളതായിരുന്നു. ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ ശേഷം അതിനോട് ചേർന്ന് വരുന്ന ഭരണകൂടങ്ങൾ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടുള്ളതായിരുന്നു. അതിൻ്റെ ഉദ്ദേശം റോമൻ സാമ്രാജ്യത്തോട് ചേർന്ന് അതിൻ്റെ ആത്മീയ റോമായും അതിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയവും ആത്മീയവുമായ ഒരു ഭരണകൂടം നിലവിൽ വന്നു. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ആ ഭരണകൂടത്തിൻ്റെ അവസാനത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അതായത് നാലാം സാമ്രാജ്യമാകുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ഒരു വലിയ സംഭവം അവിടെ ഉണ്ടാകും. ഒരു പർവ്വതത്തിൽ നിന്ന് കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ഈ ബിംബത്തെ അതിൻ്റെ കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. അപ്പം അഞ്ചാമത്തെ ഒരു സാമ്രാജ്യമാണ് വരാൻ പോകുന്നത്. ഈ അഞ്ചാമത് വരുന്ന സാമ്രാജ്യം ഈ 4 സാമ്രാജ്യങ്ങളെയും തകർത്ത് ശിഥിലമാക്കി കളയും. അങ്ങനെ തകർത്ത് ശിഥിലമാക്കിയതിൻ്റെ ശേഷം എന്തു ചെയ്യുന്നു? ആ കല്ല് വളർന്നൊരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെയും നിറഞ്ഞു. അപ്പൊ ഭൂമിയിലൊക്കെയും സകലത്തിലെയും നിലവിലുന്ന രാജ്യത്വങ്ങളെല്ലാം തകർത്ത് നശിപ്പിക്കുന്ന സാമ്രാജ്യം അത് യേശുക്രിസ്തുവിൻ്റെ സാമ്രാജ്യമാണ്. അത് അഞ്ചാമത്തെ സാമ്രാജ്യമാണ്. ആ അഞ്ചാമത്തെ സാമ്രാജ്യമാണെന്നുള്ളതിൻ്റെ തെളിവെന്താ? അതാണ് ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു നിത്യരാജ്യത്വം സ്ഥാപിക്കും. 2-ാം അധ്യായം ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 44-ാം വാക്യം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിൽക്കുകയും ചെയ്യും.
കൈ തൊടാതെ ഒരു കല്ല് പറിഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതിൻ്റെ താല്പര്യമോ? മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാകുന്നു. അപ്പൊ ഇത് ഭാവിയിൽ ഭൂമിയിൽ വരുവാനിരിക്കുന്ന ക്രിസ്തുവിന്റെ രാജത്വത്തെ കുറിച്ചാണ് ഇവിടെ ദാനിയേലിന് ഈ നെബൂഖദ്നേസറിന് ഈ സ്വപ്നം വെളിപ്പെടുത്തി കൊടുത്തു. വെളിപ്പാട് പുസ്തകം 7:14 അന്ന് വായിച്ചേ. ഈ വേറെ ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഈ രാജത്വം ആർക്കാണ് ഏൽപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. റെവലേഷൻ 5:10 വായിക്കേ. വെളിപ്പാട് 5:10. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു. അപ്പൊ വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരാ? ക്രിസ്തുവിനും സഭയ്ക്കുമാണ് ഭൂമിയുടെ 5ാമത്തെ ഭരണാധികാരം കൊടുക്കുന്നു. അതാണ് വേറെ ജാതിക്ക് ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. 5ാമത്തെ സാമ്രാജ്യം അത് ദൈവത്തിൻ്റെ രാജ്യം എന്ന് വേദപുസ്തകം പറയുന്നു. അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള പുതിയ ആത്മീക ഭരണം, ക്രിസ്തുവിൻ്റെ കീഴിൽ യഥാസ്ഥാപനപ്പെട്ട് നിത്യജീവനിലേക്ക് വരുന്ന പുതിയ മനുഷ്യര്, പുനരുത്ഥാനം പ്രാപിച്ചു വരുന്ന പുതിയ മനുഷ്യര്, ഇതെല്ലാം ചേർന്ന് പുതിയ ഭൂമി. അങ്ങനെ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഇതാണ് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ കാലത്തെക്കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ ഒരു വലിയ പ്രവചനത്തിൻ്റെ തെളിവാണ് നമുക്ക് ലഭിക്കുന്നത്. നെബൂഖദ്നേസർ കണ്ട സ്വപ്നം, അതിൻ്റെ അർത്ഥവ്യാഖ്യാനം, അത് ദാനിയേൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് വിശദീകരിച്ചു തരുന്നു. അപ്പോൾ ആ രാജ്യത്വം ഇതിനു മുമ്പ് ജാതികൾക്കാണ് ഭൂമിയുടെ ഭരണം കൈമാറിക്കൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ഭരണം കർത്താവിനും സഭയ്ക്കും ആണ് അതിൻ്റെ പരമ അധികാരം. മറ്റേ ഒരു ജാതികൾക്കും അത് ഏൽപ്പിക്കപ്പെടുകയില്ല. അപ്പോൾ ഈ ദൈവരാജ്യത്തെക്കുറിച്ച് കുറേക്കൂടെ വിഷയങ്ങൾ നമുക്ക് പരിശോധിക്കാൻ, അത് മറ്റൊരു സമയത്താകാം എന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വിഷയം ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം.